Hello, my dear students, my dear children. Model question paper analysis part 5. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പല ടൈപ്പിലുള്ളത് നമ്മൾ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഹിസ്റ്ററി ചാപ്റ്റർ 1, ചാപ്റ്റർ 2 നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ ഒരു റിവിഷൻ കംപ്ലീറ്റ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പാർട്ട് 1, പാർട്ട് 2 വീഡിയോകളാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. പാർട്ട് 3യും പാർട്ട് 4ഉം നമ്മൾ നടത്തിയത് അത് നിങ്ങൾക്ക് മാപ്പ് റിവിഷനായിരുന്നു. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള നമ്മുടെ മാപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിവിഷനായിരുന്നു നമ്മൾ പാർട്ട് 3, പാർട്ട് 4. നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് പാർട്ട് 1, 2, 3, 4 അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന പാർട്ട് 5. അപ്പോൾ പാർട്ട് 5ൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം, നമ്മുടെ ജോഗ്രഫി ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ. കാരണം അതിനകത്തുനിന്ന് നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 7.5% മാർക്ക് ടോട്ടൽ മാർക്കിൽ നമ്മുടെ ചാപ്റ്റർ 1ൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 വളരെ പ്രധാനപ്പെട്ടതാണ്. ചാപ്റ്റർ 1 നന്നായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യണം. അതിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റിവിഷനിലേക്ക് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോഗ്രഫിയുടെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ചാപ്റ്റർ 1, വെതർ ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ 2, ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതും വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാത്തരം ക്വസ്റ്റ്യൻസും വെതർ ആൻഡ് ക്ലൈമറ്റിൻ്റെ എല്ലാത്തരം ക്വസ്റ്റ്യൻസും നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾ ഒന്ന് പഠിക്കാൻ പോവുക. അപ്പോൾ ക്വസ്റ്റ്യനും ഉണ്ട്, നിങ്ങൾക്ക് ആൻസറും തരുന്നതായിരിക്കും, ആൻസറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടീച്ചറിനെ ഫോളോ ചെയ്യുക. വീണ്ടും നിങ്ങളുടെ പരീക്ഷ വരെ നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ ഇടുന്നതാണ്. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് സാധിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. അവിടെ ശ്രദ്ധിച്ചോണം, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് ABCD 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഫാക്ടേഴ്സ് സച്ച് ആസ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി എക്സ്പീരിയൻസ് ഇൻ ദ ഏരിയ ആർ കോൾഡ് വെതർ എലമെൻറ്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വിടാം. ദെൻ ദ കണ്ടീഷൻ ലൈക്ക് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പെർസിപ്പിറ്റേഷൻ എക്സ്പീരിയൻസ് ഇൻ ആൻ ഏരിയ ഓവർ എ ഷോർട്ട് പീരീഡ് ആർ കോൾഡ് വെതർ. ഓക്കെ, അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വിടാം. ദ വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ് ഇൻ ആൻ ഏരിയ ഓവർ എ ഷോർട്ട് പീരീഡ് ഈസ് കോൾഡ് ക്ലൈമറ്റ്. അത് കറക്റ്റ് ആണ്. Then the climate of an area is determined by considering the weather conditions experienced over a vast geographical area for approximately 35 to 40 years. ഇത് കറക്റ്റാണോ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി, ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ ഇൻകറക്റ്റ്, ഒരെണ്ണമേ ഉള്ളൂ. അതേതായിരുന്നു എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ആൻസർ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേതാണ് ഇൻകറക്റ്റ്. നിങ്ങളിപ്പം മനസ്സിൽ നിങ്ങൾ വിചാരിച്ചു വെക്കുക. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഫോർ ദ സെമിനാർ പ്രസൻറ്റേഷൻ ഓൺ ദ ടോപ്പിക് ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഓൺ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ് നമ്മൾ അങ്ങനെ ഒരു നോട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിന് ഹ്യൂമൻ ലൈഫിലെ ഇമ്പോർട്ടൻസ്? അപ്പോൾ അതങ്ങ് എഴുതിയാൽ മതി. നോട്ട് ഫോർ ദ സെമിനാർ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്നും നമുക്ക് പരിഗണിക്കേണ്ട. നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എടുക്കുക, ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഓൺ ഹ്യൂമൻ ലൈഫ്.
What's the connection between human life and climatic factors? What's the influence of climatic factors on human life? അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്കോർ നോക്കുക. 2 സ്കോർ, 3 സ്കോർ, 4 സ്കോർ, 5 സ്കോർ കാണും. അപ്പോൾ സ്കോർ അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ പോയിൻറ്റ്സ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ വെതർ എന്താണ്, ക്ലൈമറ്റ് എന്താണ്? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാ, വെതർ ആൻഡ് ക്ലൈമറ്റ്. ഇപ്പോൾ രണ്ടും ഒന്നാണെന്ന് തോന്നും. ഞാൻ നമ്മുടെ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വെതറും നമ്മുടെ ടീച്ചറിൻ്റെ ചാനലിൽ ഈ ചാപ്റ്റർ മൊത്തം നമ്മളൊരു 5-6 വീഡിയോസ് ആക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് കാണാം കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനോട് കൂടി ടീച്ചർ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കും. നിങ്ങളെടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ വെതറും ക്ലൈമറ്റും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളത് എഴുതുക. ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. 4th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സോളാർ റേഡിയേഷൻ ഫ്രം ദ ഫോളോയിങ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും സോളാർ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദാറ്റ് മീൻസ് ഒന്നിലധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. പക്ഷേ ഈ ഇതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം വായിച്ച് നോക്കണം. 4 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, 1, 2, 3, 4. എന്നിട്ട് ABCD ഒന്ന് സെലക്ട് ചെയ്താൽ മതി. 1ഉം 3ഉം കറക്റ്റാന്ന് പറയുന്നതാണ് A സ്റ്റേറ്റ്മെൻറ്റ്. B സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു 1 and 4 കറക്റ്റ്. C സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു 2 and 4 കറക്റ്റ്. D സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു 2 and 3 കറക്റ്റ്. ആദ്യം നിങ്ങൾ ഏതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ എർത്ത് സർഫസ് ഡസ് നോട്ട് ഗെറ്റ് ഹീറ്റഡ് ത്രൂ സോളാർ റേഡിയേഷൻ. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. സോളാർ റേഡിയേഷൻ എന്താണ്? ഇൻസുലേഷനെയാണ് ഉദ്ദേശിക്കുക. സണ്ണിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന റേസ്, അതാണ് സോളാർ റേഡിയേഷൻ. മറ്റേതെന്താണ്? എർത്തിൽ നിന്നും പോകുന്ന റേഡിയേഷൻ പറഞ്ഞാൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സോളാർ റേഡിയേഷനിൽ കറക്റ്റ് ആണോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? ദ എർത്ത് സർഫസ് ഡസ് നോട്ട് ഗെറ്റ് ഹീറ്റഡ് ത്രൂ സോളാർ റേഡിയേഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എ പാർട്ട് ഓഫ് ദ സോളാർ റേഡിയേഷൻ കമ്മിങ് ഫ്രം ദ സൺ ടു ദ എർത്ത് ഈസ് റിഫ്ലക്റ്റഡ് ബൈ അറ്റ്മോസ്ഫിയറിക് സബ്സ്റ്റൻസസ്. Then solar radiation passing through the atmosphere heats the atmosphere because it is long wave radiation. 4th statement പറയുന്നു the earth's surface gets heated through solar radiation. എർത്തിൻ്റെ സർഫസ് സോളാർ റേഡിയേഷൻ കൊണ്ട് ഹീറ്റ് ആകും. അതേതായാലും കറക്റ്റ് അല്ലേ? 4th വൺ കറക്റ്റ് ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾ 1, 2, 3യിൽ നിന്നും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകുമ്പോൾ അത് കണ്ടുപിടിക്കാം കേട്ടോ. ഇനി 5th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് കോൺസെപ്റ്റ്സ്. താഴെ തന്നിരിക്കുന്ന കോൺസെപ്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം സ്കോർ നോക്കിക്കോണം കേട്ടോ. സ്കോർ അനുസരിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോണം. ഓക്കെ, സോളാർ റേഡിയേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഇൻസുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. ടെറസ്ട്രിയൽ റേഡിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. ഹീറ്റ് ബഡ്ജറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. ഈ 4 കോൺസെപ്റ്റും വളരെ പ്രധാനപ്പെട്ട പിള്ളേരെ. നമ്മുടെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കോൺസെപ്റ്റ് ഏത്? സോളാർ റേഡിയേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ, അത് രണ്ടും എന്താണെന്ന് ഏതായാലും നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ ഇൻസുലേഷനും നമ്മൾ പഠിച്ചു വെക്കണം. ഇൻസുലേഷൻ, അതുപോലെ ഹീറ്റ് ബഡ്ജറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ എർത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഹീറ്റ് ബഡ്ജറ്റാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഹീറ്റ് ബഡ്ജറ്റ്. ആ ഒരു ഡെഫിനിഷനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ചാപ്റ്ററിൽ പഠിച്ചു വെച്ചോണം. അതിനകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഈ 4 കോൺസെപ്റ്റ് എല്ലാവരും പഠിച്ചോണം. ദ എർത്ത് സർഫസ് ഗെറ്റ് ഹീറ്റഡ് ത്രൂ സോളാർ റേഡിയേഷൻ. സബ്സിക്വൻ്റ്ലി ഹീറ്റ് ട്രാൻസ്ഫർ occurs from the earth's surface to the atmosphere through various heating processes. Explain the main heating processes. ഏതൊക്കെയാണ് ഹീറ്റ് ഈ അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സസ് ഏതൊക്കെയാണ്? നമ്മൾ 4 പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെഴുതാനാണ്. അതിൻ്റെ സ്കോർ അനുസരിച്ച് അതിനെ ഓരോന്നിനെയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യണം. സ്കോർ നോക്കുക. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ അറ്റ്മോസ്ഫിയർ ഈസ് പ്രൈമർലി ഹീറ്റഡ് ഫ്രം ദ എർത്ത് സർഫസ്. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ത്രൂ ദ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സസ്.
അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ ആദ്യത്തെ ആ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ അറ്റ്മോസ്ഫിയർ ഈസ് പ്രൈമർലി ഹീറ്റഡ് ഫ്രം ദ എർത്ത് സർഫസ്. അറ്റ്മോസ്ഫിയർ എർത്തിൻ്റെ സർഫസിൽ നിന്നാണ് ഹീറ്റഡ് ആവുന്നത് അല്ലേ. ഇൻസുലേഷൻ, അതായത് സണ്ണിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് വേവ്സാണ്. അത് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ല, അത് സർഫസിനെയാണ് ഹീറ്റ് ചെയ്യുക. സർഫസാണ് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നത്. കാരണം സർഫസിൽ നിന്ന് പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ എപ്പോഴും ലോങ് വേവ്സ് ആയിരിക്കും. ലോങ് വേവ്സ് ആണ് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാൻ കേപ്പബിൾ. അപ്പോൾ ഏതൊക്കെയാണ് ആ അറ്റ്മോസ്ഫിയർ ഹീറ്റാകുന്ന ആ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സസ് ഏതൊക്കെയാണെന്ന് എഴുതണം. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെയും ചോദ്യം അതാണ്. ഫൈൻഡ് ദ, നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ ഇൻകറക്റ്റ് പെയർ. ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ കണ്ടുപിടിക്കണം. അപ്പോൾ പെയറായിട്ടാണ് തന്നിരിക്കുക. അഡ്വെക്ഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അത് ഈ 7ാമത്തെ ചോദ്യം തന്നെയാണ്. ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സസ്: അഡ്വെക്ഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അഡ്വെക്ഷൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടക്ഷൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, കൺവെൻഷൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, റേഡിയേഷൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എ എന്താണ് പറയുന്നത്? 1, 2, 3. ബി പറയുന്നു 1, 2. സി പറയുന്നു 3 and 4. ഡി പറയുന്നു 1 and 4. അപ്പം നിങ്ങളെല്ലാം വായിച്ച് നോക്കുക. അതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ മനസ്സിൽ പിടിക്കുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ആ ആൽഫബറ്റിക് സെലക്ട് ചെയ്യുക, ആ ആൻസർ അങ്ങോട്ട് എഴുതുക. ഓക്കെ, ഇൻകറക്റ്റ്. ഡു വി റിസീവ് ദ സെയിം എമൗണ്ട് ഓഫ് സോളാർ എനർജി ത്രൂ ഔട്ട് ദ ഡേ? വൈ ഡു വെദർ ഒബ്സർവേഴ്സ് consider the temperature recorded at 2 p.m. as the maximum temperature for a day? Do we receive the same amount of energy throughout a day? ഇല്ലെന്ന് നിങ്ങൾക്കറിയാം. ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് സെയിം സോളാർ എനർജി അല്ല കിട്ടുന്നത്. കാരണം അതിന് പല റീസൺസ് ഉണ്ട്, നമ്മൾ അന്ന് പഠിച്ചതാണ്. എന്തെല്ലാമാണ് സോളാർ എനർജി? ഇപ്പം മോർണിംഗിൽ കിട്ടുന്ന സോളാർ എനർജിയും ന്യൂണിൽ കിട്ടുന്ന സോളാർ എനർജിയും ഈവനിങ്ങിൽ കിട്ടുന്ന സോളാർ എനർജിയും അതിൻ്റെ സീസൺ അനുസരിച്ച് കിട്ടുന്ന സോളാർ എനർജിയും ഒക്കെ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ത്രൂ ഔട്ട് ദി ഡേ ഒരേ സോളാർ എനർജി അല്ല എന്നുള്ളത് നമുക്ക് ഷുവറാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്തെഴുതണം? അതിൻ്റെ ആൻസർ ഡു വി റിസീവ്. അപ്പോൾ നമ്മൾ എന്തെഴുതണം? യെസ് ഓർ നോ അതെഴുതണം. അതിന് നമുക്ക് 1 മാർക്ക് കിട്ടും. ദെൻ വൈ ഡു വെദർ ഒബ്സർവ് കൺസിഡർ ദ ടെമ്പറേച്ചർ റെക്കോർഡ് അറ്റ് 2 p.m. എന്തുകൊണ്ടാണ് മാക്സിമം ടെമ്പറേച്ചറായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് 2 p.m. ടെമ്പറേച്ചർ എടുക്കുന്നത്? അതിൻ്റെ റീസൺ എന്താണെന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം ടെമ്പറേച്ചർ നമ്മൾ എടുക്കുന്നത് ഏർലി മോർണിംഗിലാണ് എടുക്കുന്നത്. അതായത് സൺറൈസിന് തൊട്ട് മുമ്പായിട്ട് ഒരു 5 AM ഒക്കെയാണ് അതിൻ്റെ സമയം. എന്നാൽ മാക്സിമം ടെമ്പറേച്ചർ എടുക്കുന്നത് നമ്മൾ 2 p.m. എന്താണ് അതിൻ്റെ റീസൺ? വൈ? നമ്മളെല്ലാവരും വിചാരിക്കും 12 noon ആയിരിക്കും ഏറ്റവും ചൂടുള്ള സമയം. നോ, 2 p.m. അല്ലേ? സെലക്ട് ദ കറക്റ്റ് പെയർ. ഈ ABCDയിൽ നിന്നും കറക്റ്റ് പെയർ നമ്മൾ സെലക്ട് ചെയ്യണം. എന്താ അവിടെ തന്നിരിക്കുന്നത്? അറ്റ്മോസ്ഫിയർ ഓരോന്നും മെഷർ ചെയ്യുന്ന അതിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് തന്നിരിക്കുക. അത് കറക്റ്റായിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇവിടെ പറയുന്നു തെർമോമീറ്റർ ആണ്. ദെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനിമോമീറ്റർ ആണെന്ന് പറയുന്നു. ദെൻ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഹൈഗ്രോമീറ്റർ. ദെൻ വിൻഡ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ബാരോമീറ്റർ, വിൻഡ് വെയിൻ. 1, 2, 3, 4 ഏതാണ് കറക്റ്റ് എന്ന് നോക്കുക. AB കറക്റ്റാന്ന് പറയുന്നു, AD കറക്റ്റാന്ന് പറയുന്നു, AC കറക്റ്റാന്ന് പറയുന്നു, CD കറക്റ്റാന്ന് പറയുന്നു. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കാണാനുള്ളത് തെർമോമീറ്ററും മാക്സിമം മിനിമം തെർമോമീറ്ററുമാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനിമോമീറ്ററും ആൻഡ്രോയിഡ് ബാരോമീറ്ററും എന്ന് പറയുന്നു. അനിമോമീറ്റർ കറക്റ്റാണോ? അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഹൈഗ്രോമീറ്ററും വെറ്റ് ആൻഡ് ഡ്രൈ ബൾബും എന്ന് പറയുന്നു. വിൻഡ് സ്പീഡും ഡയറക്ഷനും കണ്ടുപിടിക്കുന്നത് ബാരോമീറ്ററും
വിൻഡ് വെയിനുമാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതായാലും രണ്ടെണ്ണമേ കറക്റ്റ് ഉള്ളൂ, രണ്ടെണ്ണം തെറ്റാ. അപ്പോൾ കറക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. Question number 11. Calculate the diurnal range of temperature and daily mean temperature, assuming the maximum temperature of an area 34 degrees Celsius and the minimum temperature is 26. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും അറിഞ്ഞിരുന്നാൽ നമുക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചറും ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും കണ്ടുപിടിക്കാം. ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൻ്റെ ഫോർമുല എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. ഇവിടെ ആൻസർ എത്ര വരും? 34 മൈനസ് 26. ഓക്കെ, ഇനിയും അടുത്തത് ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഫോർമുല എഴുതുക. എന്താണ് ഫോർമുല? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതണം? 34 പ്ലസ് 26 ഡിവൈഡഡ് ബൈ 2. അത് കണ്ടാൽ മതി. 34ഉം 26 കൂടി ആദ്യം ആഡ് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 ആൻസറും കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും നമുക്ക് തരും. നമ്മൾ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചറും കണ്ടുപിടിക്കണം. ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ്? അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ ചിലർ കാൽക്കുലേഷനിലൊക്കെ തെറ്റിച്ച് കളയും കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതിൻ്റെ പകുതി എന്ന് മനസ്സിൽ വിചാരിച്ചോണം, അതിൻ്റെ ഹാഫ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതേർംസ് ആൻഡ് ഐസോബാർ. 12th ക്വസ്റ്റ്യൻ കണ്ടോ? ഐസോതേർംസും ഉണ്ട്, ഐസോബാറുകളും ഉണ്ട്. എന്താണ് ഐസോതേർംസ്? തേംസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഒരേ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന എന്താണ് വരകളാണ് അല്ലേ, ലൈൻസാണ് ഐസോതേർംസ്. ടെമ്പറേച്ചർ അതാണ് തേംസ്. ഐസോബാർ എന്താണ്? ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ലൈൻസാണ് ഐസോബാർ. ദ ലൈൻസ് കണക്റ്റിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതാണ് ഐസോബാർ. ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് എഴുതുമ്പോൾ ഐസോതേർംസുമായി. വളരെ സിമ്പിളാണ്, അത് വന്നാൽ എഴുതിക്കണം. ഓക്കെ, 13th ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുക. ഒബ്സർവ് ദ ഇമേജ് പ്രൊവൈഡഡ് അബൌട്ട് ഗ്ലോബൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഫോർ ജാനുവരി. ജാനുവരിയിലെ ഗ്ലോബൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ, നമുക്കറിയാം ടെമ്പറേച്ചർ തരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസാണ്. ഡിഗ്രി സെൽഷ്യസിൽ അവിടെ തന്നിരിക്കുന്നു. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഐസോതേർംസ് യൂണിഫോം എവരിവെയർ. ഇത് യൂണിഫോം ആണോ? അപ്പം നിങ്ങൾ ആ ലൈൻസ് നോക്കിക്കേ. ചിലത് കേർവ്ഡ് ആണ്, ചിലരുടെ ലൈൻസ് നല്ല പാരലൽ ലൈൻസാണ്, വളരെ കറക്റ്റായിട്ടുള്ള ലൈൻസ് വരുന്നുണ്ട്, കേർവ്ഡ് വരുന്നുണ്ട്, കുറച്ചേറെ കേർവ്ഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പോൾ നോ, യൂണിഫോം അല്ല. അത് ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു ദ ഐസോതേർംസ് നോട്ടബിളി ബെൻഡ് വെയർ കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻ മീറ്റ്. കോണ്ടിനെൻറ്റും ഓഷ്യനും മീറ്റ് ചെയ്യുന്നിടത്ത് അത് ബെൻഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ കോണ്ടിനെൻറ്റിലെ ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. പെട്ടെന്ന് കോണ്ടിനെൻറ്റ് ചൂടാവും, എന്നാൽ വളരെ സാവധാനത്തിലേ അത് തണുക്കുകയും ചെയ്യും. പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷേ ഓഷ്യനോ ചൂടാകുന്നത് താമസിക്കും, അതുപോലെ തന്നെ അത് കൂളാകാനും താമസിക്കും. അതുകൊണ്ട് തന്നെ ഐസോതേർംസ് അവിടെ ബെൻഡ് ചെയ്ത് വരും. ഓക്കെ, ആ 2 സ്ഥലങ്ങളും തമ്മിലുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ കാരണം. എന്നാൽ അധികം കോണ്ടിനെൻറ്റ്സ് ഇല്ലാത്ത ഏരിയ നോക്കിക്കേ, പ്രത്യേകിച്ച് സൗത്തേൺ ഹെമിസ്ഫിയർ, അവിടെ ഐസോതേർംസ് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ലൈൻസാണ്. അതിൻ്റെ കാരണം എന്താണ്? അവിടെ ലാൻഡ് ഏരിയ കാര്യമായിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓഷ്യൻ തന്നെയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ലാൻഡ് ഓഷ്യനോട് വരുമ്പോഴാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ബെൻഡിങ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് വെച്ച് നമുക്ക് എല്ലാത്തിൻ്റെയും ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പം 4 ആൻസർ ABC എന്ന് കൊടുത്ത് തന്നെ എഴുതണം. ഓരോന്നിൻ്റെ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, അടുത്ത 14th ക്വസ്റ്റ്യൻ. ദ ഇമേജ് പ്രൊവൈഡഡ് ബിലോ ഈസ് റിലേറ്റഡ് ടു thermal zones. Observe the image and identify the thermal zones
marked A, B and C and specify the latitudes between which they are situated. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് ആദ്യം എഴുതുക. അതായത് 0 ഡിഗ്രി ടു 30 ഡിഗ്രി, 30 ഡിഗ്രി ടു നോട്ട് 30 ഡിഗ്രി, 23.5 ഡിഗ്രി, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദെൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്. അപ്പോൾ നോർത്ത് സൗത്തും ഒക്കെ എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പിക്ചർ ഒന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് ഒന്ന് പെട്ടെന്ന് വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ലാറ്റിറ്റ്യൂഡുകൾ വരയ്ക്കുക. എന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ അളവ് എഴുതുക. അതായത് 0 ഡിഗ്രി ഇക്വേറ്റർ, ദെൻ 23.5 ഡിഗ്രി നോർത്ത്, 66.5 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി നോർത്ത്, ദെൻ 23.5 ഡിഗ്രി സൗത്ത്, 66.5 ഡിഗ്രി സൗത്ത്, 90 ഡിഗ്രി സൗത്ത്. ഇനി ആദ്യത്തെ ആ ഒരു പിങ്ക് കളർ കാണിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ പേര് അതോടെ സി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് എവിടെ തൊട്ട് എവിടം വരെയാണ്? 0 ഡിഗ്രി ടു 23.5 ഡിഗ്രി നോർത്ത്, 0 ഡിഗ്രി ടു 23.5 ഡിഗ്രി സൗത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പേര്. അതുപോലെ ടെമ്പറേറ്റ് സോണാണ് അവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. അത് 23.5 ഡിഗ്രി നോർത്ത് ടു 66.5 ഡിഗ്രി നോർത്ത്, ദെൻ 23.5 ഡിഗ്രി സൗത്ത് ടു 66.5 ഡിഗ്രി സൗത്ത്. അതിൻ്റെ പേര് ബി എന്നാണ് എഴുതിയിരിക്കുക. അപ്പം ബി എന്താണെന്ന് എഴുതുക, ടെമ്പറേറ്റ് സോണാണ്. ഇനി ഫ്രിജിഡ് സോണിന് കാണിച്ചിട്ടുണ്ട്. അതൊരു ആഷ് കളറിലാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഏരിയ എത്രയാണെന്ന് എഴുതുക. 66.5 ഡിഗ്രി നോർത്ത് ടു 90 ഡിഗ്രി നോർത്ത്, 66.5 ഡിഗ്രി സൗത്ത് ടു 90 ഡിഗ്രി സൗത്ത്. അതാണ് ഫ്രിജിഡ് സോൺ. അപ്പോൾ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്കിങ്ങനെ എക്വറ്റോറിയൽ സോണ്, ടെമ്പറേറ്റ് സോണ്, ദെൻ ഫ്രിജിഡ് സോണ്, അതിനെ സെപ്പറേറ്റ് അതിൻ്റെ ആ തന്നിരിക്കുന്ന ആൽഫബറ്റ് വെച്ച് തന്നെ ആൻസർ എഴുതുക. ഓക്കെ. Then 15th question. Observe the image and find the answers of the question given below. അത് ഇമേജ് ഒബ്സർവ് ചെയ്യുക. അതൊരു മൗണ്ടൻ ആണ്. അവിടെ മൗണ്ടനിലേക്ക് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറിലുണ്ടായ ഡിഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഏറ്റവും ലോവസ്റ്റ് ഹൈറ്റിൽ എത്രയാണ് ടെമ്പറേച്ചർ, വീണ്ടും ഹൈറ്റ് കൂടുമ്പോൾ എത്രയാണ് ഹൈറ്റ് കൂടുന്ന ഹൈറ്റ് എത്രയാണ്, 1 കിലോമീറ്റർ ആണ് തന്നിരിക്കുക. ഓരോ 1 കിലോമീറ്ററും ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്നു എന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്കറിയാം ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ലോ ആയി വരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ തന്നിരിക്കുന്ന ABC ക്വസ്റ്റ്യൻ വായിച്ച് അതിന് ആൻസർ എഴുതണം. ഓക്കെ. എന്ത് ചേഞ്ചാണ് വരുന്നത്, എത്ര വീതമാണ് ചേഞ്ച് വരുന്നത് എല്ലാം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പിക്ചർ വെച്ച് ഏതൊരു കുട്ടിക്കും ആൻസർ എഴുതാനുള്ളതേ ഉള്ളൂ. അപ്പം ABC എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ മാത്രം എഴുതുക. ഓക്കെ. അടുത്തത് 16th question. Why do high altitude regions like Ooty, Munnar and Kodaikanal generally experience low temperature? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, why temperature decreases as height increases. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്, അതിൻ്റെ റീസൺ എഴുതുക. ഓക്കെ. അടുത്തത് 17th question. The given image indicate the diurnal temperatures in the map where would the diurnal range of temperature be greater at the place marked A or B? Why? എയിലാണോ ബിയിലാണോ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കൂടുതൽ, എന്തുകൊണ്ട്? ഒരു പ്രദേശം നിങ്ങൾ നോക്കുക, അത് ഓഷനോട് അടുത്തിരിക്കുന്ന പ്രദേശമാണ് എ, ഓഷനിൽ നിന്നും അകന്നിരിക്കുന്ന പ്രദേശമാണ് ബി. അപ്പോൾ ഓഷനോട് അടുത്തിരിക്കുന്ന പ്രദേശത്ത് ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ലോ ആണോ ഹൈ ആണോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അകന്നിരിക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ ഡൽഹിയൊക്കെ എക്സാമ്പിൾ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെ വരും, അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കേരളം പോലെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയൊക്കെ പോലെയുള്ള അടുത്തിരിക്കുന്ന കടലിനോട് അടുത്തിരിക്കുന്ന പ്രദേശത്തെ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെ വരും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം സമുദ്ര സാമീപ്യം, അതായത് ഓഷ്യൻ്റെ ആ ഒരു നിയർനെസ് ടു ഓഷ്യൻ, അത് ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെ ഒരുപാട് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എയും ബിയും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കടലിനോട് അടുത്തിരിക്കുന്ന സ്ഥലം എ ആണെന്നും കടലിൽ നിന്നും അകന്നിരിക്കുന്ന സ്ഥലം ബി ആണെന്നും മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെ ആൻസർ ചെയ്യാൻ. ഓക്കെ. എന്താ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും കൂടി മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ കടലിനോട് ചേർന്നിരിക്കുന്ന സ്ഥലത്തെ മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും തമ്മിൽ അധികം ഡിഫറൻസ് കാണത്തില്ല കുട്ടികളെ. കാരണം കടലിൻ്റെ ഒരു സാന്നിധ്യം അവിടെ വലിയ
ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ വളരെ ചെറുതായിരിക്കും. എന്നാൽ കടലിൽ നിന്നും അകന്നിരിക്കുമ്പോൾ മാക്സിമം ടെമ്പറേച്ചർ ഒത്തിരി വലുതും മിനിമം ടെമ്പറേച്ചർ ഒത്തിരി ചെറുതുമായിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. അടുത്ത 18th ക്വസ്റ്റ്യൻ. കേരള ജനറലി എക്സ്പീരിയൻസ് എ മോഡറേറ്റ് ടെമ്പറേച്ചർ ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. കേരളം ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ, നമുക്ക് എക്സ്ട്രീം കോൾഡും എക്സ്ട്രീം ഹോട്ടും ഇല്ല, നമുക്കൊരു മീഡിയം മിനിമം ടെമ്പറേച്ചറാണ്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ നിയർനെസ് ടു സീ ആണ് ഇതിൻ്റെ കാരണം. അപ്പോൾ അതിനെപ്പറ്റിയാണ് നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ 18th ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സ് ആണ് പോകുന്നത്. ആൻസർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിച്ചത് തന്നെ സി ആണ്. ഓക്കെ, അവിടെ ഇൻകറക്റ്റ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ടായി, കണ്ടോ? ക്ലൈമറ്റും വെതറും. അടുത്തത് മൂന്നാമത്തെ ആൻസർ, നാലാമത്തെ ആൻസർ, അഞ്ചാമത്തെ ആൻസർ, then 6th, 7 ഏതാണ് ഇൻകറക്റ്റ് എന്നാ ചോദ്യം. ആ 7 1 and 2. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സസാണ്. അപ്പോൾ അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓരോ സെൻറ്റൻസ് ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യണം. 8th ക്വസ്റ്റ്യൻ ഒരുപോലെയാണോ എന്നൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, അപ്പം അല്ല എന്ന് പറയുകയാണ്. അടുത്ത 9th ക്വസ്റ്റ്യൻ. 3 എയും സിയും ട്രൂ ആണെന്ന് പറയുന്നു. ശരിയാണ്, നമ്മൾ അന്നപ്പോൾ മനസ്സിൽ വിചാരിച്ചത് തന്നെയാണ്, എയും സിയും. 10th ക്വസ്റ്റ്യൻ കണ്ടോ, മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തന്നിരുന്നാൽ ഡെയിലി മീൻ ടെമ്പറേച്ചറും ഡൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളത് കണ്ടുപിടിച്ചതാണ് അല്ലേ. അടുത്തത് എന്താണ് ഐസോബാറും ഐസോതേർംസും ഉണ്ടോ? ഓരോ സെൻറ്റൻസ് എഴുതിയാൽ മതി. 12th ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞത് തന്നെയാണ്. കടലും കരയും ചൂട് പിടിക്കുന്നതും തണുക്കുന്നതും വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സാണ്. അതുകൊണ്ടാണ് ഐസോതേർംസ് ബെൻഡ് ചെയ്തിരിക്കുകയും അത് നേരെ ഇരിക്കുകയും ചെയ്യുന്നത്. എ ഫ്രിജിഡ് സോണാണ്, ബി ടെമ്പറേറ്റ് സോണാണ്, സി ട്രോപ്പിക്കൽ സോണാണ്. ഹൊറിഡ് സോൺ ഓർ ട്രോപ്പിക്കൽ അറിയാമല്ലോ. നമ്മളവിടെ ഓറഞ്ച് കളറിൽ കണ്ടത് ട്രോപ്പിക്കൽ, യെല്ലോ കളറിൽ കണ്ടത് ടെമ്പറേറ്റ്, ആഷ് കളറിൽ കണ്ടത് ഫ്രിജിഡ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എല്ലാം എഴുതണം, ഇവിടെ തൊട്ട് ഇവിടം വരെ. അതിൻ്റെ ആ ലാറ്റിറ്റ്യൂഡിൻ്റെ റേഞ്ച് എഴുതണം, അതിനൊരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. അത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. ആ തേർഡ് കോളത്തിൽ നമ്മൾ എഴുതുന്ന ആ കാര്യം തന്നെ നമ്മൾ അന്ന് വേർഡ്സിലാക്കി എഴുതണം, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ നമ്പറിൽ എഴുതുന്നു, അപ്പുറത്ത് നമ്മൾ വേർഡ്സിൽ എഴുതുന്നു, അത്രേ ഉള്ളൂ. 15th ക്വസ്റ്റ്യൻ ഇത് കൊടുത്തിട്ട് നമ്മുടെ മൗണ്ടൻ കൊടുത്തിട്ടൊരു ചോദ്യമില്ലായിരുന്നോ, അതിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6.4 ഡിഗ്രിയാണ് ഓരോ കിലോമീറ്ററിനും ഡിക്രീസ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ പേര് നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ്. നമ്മൾ അന്ന് പഠിച്ചതാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ, ഇത് പഠിച്ചു വെച്ചോണം. നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് അതിന് പറയുക. ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി ഡിക്രീസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ, ഈ രീതിയിലോ അല്ലെങ്കിൽ അതെന്താണെന്നോ ഒക്കെ ക്വസ്റ്റ്യൻ വരാം. അതൊന്ന് നോട്ട് ചെയ്യുക. As altitude increases, temperature gradually decreases. For every 1 kilometer rise, the temperature drops by 6.4 degrees Celsius. This is called a normal lapse rate. 17th question answer B. In coastal region, winds blowing from the sea to land and back again helps to maintain temperature. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ വരുന്നത് എന്താണ്? നിയർനെസ് ടു സീ ആണ്.
സിയിൽ നിന്ന് അടിക്കുന്ന വിൻഡ് അവിടെ ടെമ്പറേച്ചറിനെ ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് കാരണം. അപ്പോൾ എയിലൊരു എന്താണ് ഡൂർണർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വലിയ വ്യത്യാസമൊന്നും കാണുകയില്ല. അവിടെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ഒക്കെ മോറോർലെസ് സെയിം ആയിരിക്കും. ഒരു 3 ഡിഗ്രിയുടെയോ 4 ഡിഗ്രിയുടെയോ ഒക്കെ വ്യത്യാസമേ കാണുള്ളൂ. എന്നാൽ ഒരു ഉൾനാടൻ പ്രദേശത്തെ, അതായത് അവിടുത്തെ ബിയിൽ എന്താണ് സംഭവിക്കുക? മാക്സിമം ടെമ്പറേച്ചർ വളരെ കൂടുതലും മിനിമം ടെമ്പറേച്ചർ വളരെ താഴ്ന്നുമായിരിക്കും. അപ്പോൾ ഡൂർണർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഒരു 10, 11, 12 ഒക്കെ ആയിരിക്കും. ഓക്കെ, മറ്റേതൊരു 3, 4 ഒക്കെ ആയിരിക്കും എയിൽ. ഓക്കെ, 18th ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടോ? കേരള ജനറലി എക്സ്പീരിയൻസ് മോഡറേറ്റ് ടെമ്പറേച്ചർ ബിക്കോസ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അലോങ് ദ സീ കോസ്റ്റ്. ഇൻ കോസ്റ്റൽ ഏരിയ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ സീ ടു ദ ലാൻഡ് ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു, സീ ടു ലാൻഡും ലാൻഡ് ടു സീ. ഇറ്റ് ഹെൽപ്പ് മെയിൻറ്റെയിൻ മോഡറേറ്റ് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, ഇനി നമുക്ക് 19th ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ ഇന്ന് നോക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 19th ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. അതിൻ്റെ ആൻസർ നമുക്ക് നെക്സ്റ്റ് ഡേ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടീച്ചറിനെ ഫോളോ ചെയ്യുക, ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ഓക്കെ.